ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് +2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെയും +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെയും പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ട C++ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ്. അപ്പോൾ ഗായ്സ് നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് വാച്ച് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊരു നമ്പറിനെ മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ ആയിരിക്കും കിട്ടുക. ഓക്കെ, അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ റിമൈൻഡർ ഒരു 3 അക്ക സംഖ്യയുടെ റിമൈൻഡർ ആണെങ്കിൽ അതിൻ്റെ അവസാന സംഖ്യ ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ അതിന് ഡിവൈഡഡ് ബൈ 10 ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 2 നമ്പർ കളഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. അതായത് അവസാന നമ്പർ കളഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഞാനത് ഒന്നുകൂടി വിശദമായിട്ട് കാട്ടിത്തരാം. അത് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അതായത് നിങ്ങൾക്ക് ഒരു നമ്പറിനെ മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ കിട്ടുന്നത് ആ 3 അക്ക സംഖ്യയുടെ അവസാനത്തെ നമ്പറായിരിക്കും. 3 അക്ക 4 അക്ക എത്ര സംഖ്യ ഉണ്ടെങ്കിലും അതിൻ്റെ അവസാനത്തെ സംഖ്യ ആയിരിക്കും കിട്ടുക. അത് 365 5 നമുക്ക് ആൻസർ കിട്ടുക. അതുപോലെ തന്നെ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ നമ്പർ കളഞ്ഞിട്ടുള്ള നമ്പറായിരിക്കും കിട്ടുക. അതായത് 365 5 പോയിട്ടുള്ള 36 എന്ന നമ്പറായിരിക്കും നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സ്വാപ്പിംഗ് ആണ്. നമ്മുടെ കയ്യിൽ 2 ഗ്ലാസ്സുകളുണ്ട്. ഒരു ഗ്ലാസ്സിൽ പാലും ഒരു ഗ്ലാസ്സിൽ വെള്ളം. അത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഗ്ലാസ്സുകൾ മാറ്റണം. അതിനായിട്ട് നമ്മളൊരു ടെമ്പററി ഗ്ലാസ് യൂസ് ചെയ്യാണ്, എംപ്റ്റി ഗ്ലാസ്. ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് ആദ്യം പാലൊഴിക്കുന്നു. അതിനുശേഷം വെള്ളം ഇരിക്കുന്ന ഗ്ലാസ്സിൽ നിന്ന് പാലിരുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ പാലുള്ള ഗ്ലാസ്സിൽ വെള്ളമായി. ദെൻ എംപ്റ്റി ഗ്ലാസ്സിലത്തെ പാലെടുത്ത് നമ്മുടെ വെള്ളം ഉണ്ടായിരുന്ന ഗ്ലാസ്സിലേക്ക് തിരിച്ചൊഴിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. 2 ഗ്ലാസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഗ്ലാസ്സും കൂടി വേണ്ടി വരും. അതായത് നമുക്കൊരു വേരിയബിൾസിൻ്റെ കേസിൽ നോക്കാം. അതായത് നമ്മുടെ ഒരു എ ഉണ്ട്, ബി ഉണ്ട്. എയിൽ 10ഉം ബിയിൽ 20ഉം. ഓക്കെ, ദെൻ നമുക്ക് എയിലത്തെ വാല്യൂ ആദ്യം ടെമ്പിലോട്ട് കൊടുക്കണം. ടെമ്പററി ആയിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ആദ്യം ഒഴിക്കണം. അതിന് ശേഷം ബിയിലത്തെ വാല്യൂ എയിലോട്ട് ഇങ്ങോട്ട് ഒഴിക്കണം. ദെൻ ടെമ്പിലുള്ള ആ പാല് നേരെ ബിയിലോട്ട് ഒഴിക്കണം. അതായത് ബിയിലിപ്പോൾ വെള്ളമൊന്നുമില്ല, അപ്പോൾ ബിയിലോട്ട് ഇങ്ങോട്ട് ഒഴിക്കുക, പാലൊഴിക്കുക. അപ്പോൾ ദെൻ നമുക്ക് എയിൽ 20ഉം ബിയിൽ 10ഉം കിട്ടും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കുക. ജസ്റ്റ് സ്വാപ്പിംഗ് മനസ്സിലായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ദെൻ ഫസ്റ്റ് പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ്. അതിനായിട്ട് നമുക്ക് ആദ്യം num1 num2 num3 എന്ന് ഇൻറ്റിജറിൽ ഡിക്ലെയർ ചെയ്യാം. അതിന് ശേഷം നമുക്ക് സി ഔട്ട് വെച്ച് ഓരോ നമ്പേഴ്സും വാങ്ങാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, എൻ്റർ ദ സെക്കൻഡ് നമ്പർ, എൻ്റർ ദ തേർഡ് നമ്പർ, അങ്ങനെ പറഞ്ഞിട്ട് 3 നമ്പേഴ്സ് നമുക്ക് സീൻ വെച്ച് മേടിക്കാം. കീബോർഡിൽ നിന്ന് യൂസറിൻ്റെ നിന്ന് മേടിക്കാം. അതിനുശേഷം നമുക്ക് ഇഫ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, നിങ്ങൾ മുമ്പത്തെ വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ആ പ്ലേലിസ്റ്റ് മൊത്തം കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. ഒരു 6 വീഡിയോസ് ഉണ്ടാവുള്ളൂ, കണ്ടിട്ട് വരാം ഗൈസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇഫുകളാണ്. num1 num2നേക്കാളും വലുതാണ്. ആൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്യാണ്. num1 num3നേക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലുതാരായിരിക്കും? num1 ആയിരിക്കും അല്ലേ. അപ്പോൾ num1 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് കൊടുക്കുകയാണ്. ദെൻ എൽസ് ഇഫ്, അല്ലെങ്കിൽ num2 num1നേക്കാളും വലുതാണ്. ദെൻ num2 num3നേക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും വലുത്? num2 ആയിരിക്കുമല്ലേ വലുത്. ഓക്കെ, ദെൻ അല്ലെങ്കിൽ ഏതായിരിക്കും വലുത്? num3 ആയിരിക്കും, നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ num3 ആയിരിക്കും വലുത്. നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പേഴ്സ് അടിച്ച് നോക്കുകയാണ്. 14 ആണ് ലാർജസ്റ്റ്. നമുക്ക് ഓരോ ഇത് മാറ്റി മാറ്റി കൊടുത്താക്കണം. അതിൽ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുകയാണ്, വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ഇൻറ്റിജർ നമ്പർ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. സം = 0, ദെൻ n. ഓക്കെ, നമുക്ക് n മാറ്റി നമ്പർ എന്നാക്കാമല്ലേ, അതല്ലേ നല്ലത്. സി ഔട്ട് ചെയ്തിട്ട് എൻ്റർ ദ നമ്പർ നം എന്നാക്കാണ്. n മാറ്റി ഞാൻ നം എന്നാക്കാണ്. ദെൻ സീൻ നം അടിക്കുകയാണ്. ദെൻ വൈൽ നോട്ട് ഈക്വൽ ടു 0, ദെൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിലോട്ട് നമ്മുടെ എന്നിൻ്റെ മോഡുലസ് എടുക്കണം, നമ്പറിൻ്റെ മോഡുലസ് എടുക്കണം. ദെൻ നമുക്ക് സം = സം പ്ലസ് എം, ദെൻ നമ്പർ നം = നം ഡിവൈഡ് ബൈ 10. ഞാൻ ഇതിൻ്റെ ലോജിക്ക് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് സി ഔട്ട് ചെയ്ത് ആൻസർ കിട്ടണോ നോക്കാം. സം ഈസ് സം. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ഓക്കെ നം എന്നാക്കണം. ഓക്കെ, നം എന്നാക്കിയിട്ടുണ്ട്, നോക്കാം. ഓക്കെ,
ഓക്കെ ഗൈസ്, വർക്കിംഗ് ആണ്. 365ൻ്റെ സമ്മ് 14 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാൻ എൻ്റെ ലോജിക്കും ജസ്റ്റ് സ്പീഡിൽ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ 365 എടുക്കുന്നത്. m=2 എന്ന് ചെയ്ത് മോഡുലസ് ചെയ്യുമ്പോൾ 5 കിട്ടും. ദെൻ സമ്മിൽ 5 ആയിരിക്കും. ദെൻ നമ്പറിൻ്റെ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 36 നിന്ന് 6 എടുക്കുന്നു. ദെൻ 5 + 6 ചെയ്യുന്നു. ദെൻ 3 ആവുന്നു. പിന്നെ 5 + 6 + 3 ചെയ്യുന്നു. ദെൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായി ബാക്ക് അടിച്ച് കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ ഡിസ്പ്ലേ ദ ടേംസ് ഓഫ് ഫിബനാച്ചി സീരീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സംഭവം ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇൻ്റെ ലിമിറ്റ് വേണം. ദെൻ നമുക്ക് എന്തൊക്കെ വേണം? ഒരു T1 = 0, ദെൻ T2 = 1 എന്ന് കൊടുക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ് ഞാൻ. ദെൻ I എന്ന് പറഞ്ഞ ഒരു സംഭവം ഫോർ ലൂപ്പിനായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ദെൻ എൻ്റർ ദ ലിമിറ്റ് അടിക്കുകയാണ്. ദെൻ സീനടിച്ച് ലിമിറ്റ് നമ്മൾ മേടിക്കുകയാണ്. ദെൻ ലിമിറ്റ് മേടിച്ചതിന് ശേഷം നമുക്ക് T1 T2 പ്രിൻ്റ് അയക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേറൊരു മെത്തേഡിലും പ്രിൻ്റ് അയക്കാം, ബട്ട് ഇത് ഈസി മെത്തേഡാണ്. നിങ്ങളിതിൽ ലിമിറ്റ് 1 2 അടിച്ചാലും ഇത് രണ്ടും കൂടി എന്തായാലും പ്രിൻ്റ് ആവും. ഓക്കെ, ദെൻ നമുക്ക് ഫോർ ലൂപ്പ് ഇടാം. ഫോർ ലൂപ്പിൽ I 2 ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്, ബിക്കോസ് നമ്മൾ ഓൾറെഡി 2 നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ I <= ലിമിറ്റ് I++, ദെൻ നെക്സ്റ്റ് = T1 + T2. T1 assign T2 and T2 assign നെക്സ്റ്റ് അടിക്കുക. ദെൻ സി ഔട്ട് നമ്മുടെ നെക്സ്റ്റ് അടിച്ചിട്ട് ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. ദെൻ നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഞാൻ ഇത് ജസ്റ്റ് ഒരു വർക്കിംഗ് പറഞ്ഞുതരാം. ആദ്യം 0 + 1 നെക്സ്റ്റിലോട്ട് കയറും. ഓക്കെ, അതിനുശേഷം എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് 0 + 1 കയറും, അത് 1 തന്നെയാണ്. ദെൻ T1 1 കയറും. ദെൻ T2 1 കയറും, അതായത് നെക്സ്റ്റിലത്തെ വാല്യൂ 1 തന്നെയാണ്. ദെൻ 1 + 1 ചെയ്യും, 2 ആവും. T1 1 തന്നെ, T2 2. അങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാലാമത്തെ പ്രോഗ്രാം നോക്കാം. ഇൻപുട്ട് എ നമ്പർ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് പാലിൻഡ്രോം ഓർ നോട്ട്. അതിനായിട്ട് നമ്മൾ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. റിവ് = 0, നം ഡിജിറ്റ്. ഓക്കെ, അതിന് ശേഷം സി ഔട്ട് അടിച്ച് നമുക്ക് അത് നമ്പർ മേടിക്കാം യൂസറിൻ്റെ കയ്യിൽ നിന്ന്. അതിനായിട്ട് സി ഔട്ട് എൻ്റർ ദ നമ്പർ, ദെൻ സീൻ നം. അതിനുശേഷം ഡു വൈൽ ലൂപ്പ് എഴുതാം. ഡു വൈൽ ലൂപ്പിൽ ഡിജിറ്റ് = നം മോഡുലസ് 10. അപ്പോൾ അവസാനത്തെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ റിവ് ഓക്കെ മോഡുലസ് നം മോഡുലസ് 10. ദെൻ റിവ് റിവ് × 10. ദെൻ പ്ലസ് ഡിജിറ്റും കൂടി എഴുതുക. ഓക്കെ, പ്ലസ് ഡിജിറ്റ്. ദെൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നം നം / 10. ദെൻ നമുക്ക് ഇവിടെ ഒരു വൈലിൻ്റെ കണ്ടീഷൻ കൊടുക്കണം. നം നോട്ട് = 0. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ വയ്ക്കണം. അതിനായിട്ട് നമുക്കിവിടെ n എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മിൽ തന്നെ ആയ ഞാൻ എന്നിലേക്ക് കൊടുക്കുകയാണ്. ദെൻ നമുക്ക് നോക്കാം. ഇഫ് n = റിവ് ആയാൽ നമുക്ക് നമ്പർ ഈസ് പാലിൻഡ്രോം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പാലിൻഡ്രോം അല്ല എന്നും പറയാം. ഓക്കെ, നമ്പർ ഈസ് പാലിൻഡ്രോം. ദെൻ റിവേഴ്സ് ഈസ് പിന്നെ ആ റിവേഴ്സ് വന്ന നമ്പറും നമുക്ക് പറയാം. എൽസ് കണ്ടീഷനിൽ നമുക്ക് സി ഔട്ട് ചെയ്തിട്ട് നോട്ട് പാലിൻഡ്രോം എന്നും കൊടുക്കാം. ഓക്കെ, നോട്ട് പാലിൻഡ്രോം. ഓക്കെ, സെറ്റ്. ഞാൻ ഇനി കോഡൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, ഔട്ട്പുട്ട് കിട്ടണോ നോക്കട്ടെ ആദ്യം. ഓക്കെ, നമ്മൾ 365 563 കിട്ടി. ദെൻ 2 പാലിൻഡ്രോമാണ്. ഓക്കെ, സെറ്റ്. ദെൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 365 നമ്മൾ നമ്പർ കിട്ടുന്നു, അതിൽ നിന്ന് 5 എടുക്കുന്നു. ദെൻ 0 × 0 + 5 ചെയ്യുന്നു. ദെൻ 36 നമ്മായി മാറുന്നു. ദെൻ ഡിജിറ്റിൽ 6 കയറുന്നു. ദെൻ 5 × 10 + 6 ആണ്. അപ്പോൾ 50 × 6 50 + 6 എന്ന് പറയുമ്പോൾ 56 ദെൻ നമ്പറിൽ 3 കയറുന്നു. 560 + 3 563. അങ്ങനെയാണ് റിവ് ആവുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻപുട്ട് എ ഡേ ഓഫ് എ വീക്ക് ആൻഡ് ഡിസ്പ്ലേ ദ കറസ്പോണ്ടിങ് ഡേ നെയിം യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഇൻറ്റ് ഡേ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കുകയാണ്. ദെൻ എൻ്റർ ദ ഡേ നമ്പർ എന്ന് നമുക്ക് കൊടുക്കാം. ദെൻ നമുക്ക് സീൻ വെച്ച് ഡേ മേടിക്കാം. ഓക്കെ, ദെൻ സ്വിച്ച് ചെയ്തിട്ട് ഡേ ചെക്ക് ചെയ്യാം. അതായത് കേസ് 1 എന്ന് പറഞ്ഞാൽ ഡേ 1 അടിക്കുകയാണെങ്കിൽ മൺഡേ പ്രിൻ്റ് ചെയ്യണം. ദെൻ ബ്രേക്ക് ചെയ്യാം. ദെൻ അത് കോപ്പി പേസ്റ്റ് ചെയ്യാണ് ഞാൻ. 2 Tuesday, 3 Wednesday, 4 Thursday and 5 Friday, 6 Saturday and 7 Sunday എന്ന് അടിച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. 1 അടിച്ചാൽ മൺഡേ കിട്ടും, 7 അടിച്ചാൽ സൺഡേ കിട്ടും, ദെൻ 10 അടിച്ചാൽ നോട്ട് കറക്റ്റ് ഡേ എന്ന് കിട്ടും. ഓക്കെ, ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ 0 ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. നമുക്ക് ആദ്യം കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. നം ഐ ഫാക്ട് ഈസ് ഈക്വൽ ടു 1, ഫാക്ട് ഈസ് ഈക്വൽ ടു 0 നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. ഓക്കെ, ദെൻ നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ദ നമ്പർ എന്ന് കൊടുക്കാം. ദെൻ സീൻ അടിച്ച് നമ്പർ മേടിക്കാം. ദെൻ ഫോർ ലൂപ്പ് എഴുതാം. ഐ ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നെ നിങ്ങൾ തുടങ്ങാം. ഓക്കെ, ഇതിൽ ഒരിക്കലും 0 യൂസ് ചെയ്യരുത്, അതാണ് മെയിൻ പോയിൻറ്റ്. ഓക്കെ, ദെൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ഐ പ്ലസ് പ്ലസ്, ദെൻ ഫാക്ട് ഈസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു ഐ, ദെൻ സി ഔട്ട്. ഫാക്ട് ഒരിക്കലും 0 കൊടുക്കരുത്. ഓക്കെ, 0 ആവും, അതായത് 0 ഏത് നമ്പർ 0 ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഒരിക്കലും 0 യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സി ഔട്ട് ഫാക്ടോറിയൽ ഈസ് എന്ന് പറഞ്ഞിട്ട് ഫാക്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം ഗൈസ്. ഓക്കെ, 120 കിട്ടി. ഓക്കെ, സെറ്റ്. നമുക്കിനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ് വിത്തൗട്ട് യൂസിങ് strlen ഫംഗ്ഷൻ. അതിനായിട്ട് നമുക്ക് ക്യാർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അറേരെ വീഡിയോ പോയി കാണാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിലുണ്ട്. ഓക്കെ, ദെൻ സി ഔട്ട് എൻ്റർ ദ നെയിം, ദെൻ സീൻ നെയിം അടിച്ചതിന് ശേഷം ഫോർ ഐ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. പിന്നെ നെയിം ഓഫ് ഐ എന്ന് കൊടുക്കുക. ദെൻ നോട്ട് ഈക്വൽ ടു നൾ ഓപ്പറേറ്റർ, ദെൻ ഐ പ്ലസ് പ്ലസ്, ദെൻ ലെൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ പറഞ്ഞു കൂട്ടി കൊടുക്കണം. ലെൻ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. ദെൻ ലെൻ പ്ലസ് പ്ലസ്, ദെൻ സി ഔട്ട് ദ ലെങ്ത് ഈസ് ലെൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറേറെ വീഡിയോ എന്തായാലും കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലായില്ല. ഓക്കെ, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്വാപ്പ് ദ കണ്ടൻറ്റ് ഓഫ് ദ 2 വേരിയബിൾസ് യൂസിങ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഫംഗ്ഷൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10, ബി ഈസ് ഈക്വൽ ടു 20 എന്ന് കൊടുക്കുകയാണ്. ദെൻ നമുക്കൊരു ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതാം. വോയിഡ് സ്വാപ്പ് എന്ന് ഞാൻ 2 പി കൊടുക്കുകയാണ്, കാരണം സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ് ഇൻ ഫംഗ്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ദെൻ ഇൻറ്റ് എ ഇൻറ്റ് ബി, ദെൻ ഫംഗ്ഷൻ എഴുതാം. ഇൻറ്റ് ടെമ്പ് എന്ന് പറഞ്ഞൊരു വാരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. ദെൻ ടെമ്പ് ഈസ് ഈക്വൽ ടു എ, ദെൻ എ അസൈൻ ബി, ബി അസൈൻ ടെമ്പ്. ഓക്കെ, ബി അസൈൻ ടെമ്പ്. ദെൻ നമുക്ക് വാല്യൂ ഓഫ് എ ഈസ് സ്വാപ്ഡ് ടു, നമുക്ക് എ പ്രിൻ്റ് ചെയ്യിക്കാം. ദെൻ വാല്യൂ ഓഫ് ബി ഈസ് സ്വാപ്ഡ് ടു ബി പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, ദെൻ നമുക്കിവിടെ സ്വാപ്പ് കോൾ ചെയ്യാം. എയും ബിയും പാസ് ചെയ്യാണ്. ദെൻ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് 2 ലൈനിലായിട്ട് കൊടുക്കാം, അതിനായിട്ട് എൻഡിൽ കൊടുക്കാം. അപ്പോൾ സെറ്റായിട്ട് സ്വാപ്പ് ചെയ്ത് കിട്ടും. അതായത് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുമ്പോൾ 10ഉം 20ഉം പോകുന്നു. ദെൻ വോയിഡ് സ്വാപ്പിലേക്ക് 10ഉം 20ഉം എത്തുന്നു. ദെൻ ടെമ്പിലേക്ക് 10 കയറുന്നു, എയിലോട്ട് 20 കയറുന്നു, പിന്നെ ബിയിലോട്ട് ടെമ്പിലത്തെ വാല്യൂ ആയ ഇപ്പോഴത്തെ 10 കയറുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടുക്കാച്ച വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ സൂൺ, ടേക്ക് കെയർ.